നമസ്കാരം. നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് ആദ്യം സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയെക്കുറിച്ചാണ്. അവിടെ 6 വിരലുകളുണ്ടായതിൻ്റെ പേരിൽ ഒരു ചെറിയ വിരൽ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാൻ വേണ്ടി മാതൃ ശിശു വിഭാഗത്തിൽ വന്ന കുഞ്ഞ് 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ നാവിന് ശസ്ത്രക്രിയ നടത്തിയെന്നതാണ് അവിടെ നിന്ന് മാതാപിതാക്കളെ ഞെട്ടിച്ച സംഭവം. ആൾ മാറി ശസ്ത്രക്രിയ ചെയ്യുകയും ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ആരോഗ്യമന്ത്രി അടിയന്തരമായും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, അതിന്മേൽ നടപടിയെടുക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവുകളുടെ ഒരു ചരിത്രം, അതിന്മേൽ മാതൃകാപരമായ നടപടി എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം അത് വളരെ വാലിഡായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് ഹർഷനയുടെ സംഭവം അറിയാം. ഹർഷനയുടെ സിസേറിയൻ സമയത്ത് അവരുടെ വയറ്റിനകത്ത് കത്രിക വെച്ച് മറന്നു പോവുകയും അത് അവർക്ക് ജീവിതത്തിൽ ഉടനീളം വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ഫൈനലി അത് കണ്ടെത്തിയിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയോ അതിന്മേൽ നടപടി സ്വീകരിക്കുകയോ സർക്കാർ അതിനകത്തൊരു നിലപാട് സ്വീകരിച്ചൊരു ആക്ഷനിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു റിപ്പോർട്ട് തേടാൻ വേണ്ടി മാത്രം ഒരു ആരോഗ്യമന്ത്രി ഇരിക്കുന്നു, എന്താണ് അതുകൊണ്ട് പ്രയോജനം, അപമാനകരമാണ്, ഇത് നമ്പർ 1 കേരളമാണോ എന്നതിന് നിങ്ങൾ ഉത്തരം പറയണം എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചികിത്സാ പിഴവുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതിന് എത്ര ഗൗരവത്തിൽ നമ്മുടെ ഭരണകൂടം, നമ്മുടെ സിസ്റ്റം എടുക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ദൗസേവൻ, എന്താണ് കോഴിക്കോട് നിന്നുള്ള ഈ വാർത്ത കേൾക്കും തോന്നുന്നത്? ഇത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് നിഷാദെ. ഇന്നലെ വേറൊരു സംഭവമുണ്ട് കോഴിക്കോട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഹർഷിന എന്ന് പറയുന്ന ആ യുവതി പരസ്യമായി ഭിക്ഷ തണ്ടൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഓപ്പറേഷൻ ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം വേദന മാറുന്നില്ല. നോക്കൂ, അവർ വർഷങ്ങളായി വേദന സഹിച്ച് കഴിയുകയാണ്. എന്താ കാരണം? നിഷാദ് പറഞ്ഞ പോലെ അവരെ ഒരു സർജറിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്നു. അപ്പോൾ സർജറിക്ക് വേണ്ടി ഉപയോഗിച്ചൊരു ഉപകരണം വയറ്റിൽ വെച്ചിട്ടാണ് രണ്ടാമത് തുന്നിക്കെട്ടുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ മാതിരി അവർ കുറേ കാലം പിറകെ നടന്നു, കുറേ അധികം ചികിത്സകൾ തേടി, ഒരുപാട് മരുന്നുകൾ കഴിച്ചു. അവസാനമാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇക്രോ ഹോസ്പിറ്റലിൽ നിന്നാണ് അവർക്ക് അവിടെ നടത്തിയ പരിശോധനയിലാണ് അകത്ത് എന്തോ ഒരു ഒബ്ജക്റ്റ് കിടപ്പുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവിടുന്ന് സർജറി ചെയ്യുന്നു. ഈ ഫോർസെപ്സ് എന്ന് പറയുന്ന ഈ ഉപകരണം കണ്ടെത്തുന്നു. എന്നതിന് ശേഷം അവർക്ക് ഇതിന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി നമുക്കറിയാം എത്ര കാലമാണ് ഇവരുടെ സമരം ഇരുന്നത്. പക്ഷേ ആ നഷ്ടപരിഹാരം മാന്യമായൊരു നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഇതുവരെ സന്നദ്ധമായിട്ടില്ല. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു സർജറി ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഇന്നലെ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ പരസ്യമായി ഭിക്ഷ തണ്ടൽ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് MP ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അത് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പീഡിയാട്രിക് സർജൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പിഴവ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നോക്കൂ, ആ കുഞ്ഞ് വന്നിരിക്കുന്നത്, ആ കുഞ്ഞിന് 6 വിരലുണ്ട്. ആ 6ാമത്തെ വിരൽ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. തിയേറ്ററിൽ പുറത്ത് രക്ഷിതാക്കൾ കാത്തു നിൽപ്പുണ്ട്. കുറേ കഴിഞ്ഞ് ഓപ്പറേഷന് ശേഷം കുട്ടിയെ പുറത്തേക്ക് വിടുന്നു. പുറത്തേക്ക് വിടുമ്പോൾ നോക്കുമ്പോൾ കുട്ടിയുടെ വിരൽ അവിടെ തന്നെയുണ്ട്, നാവിൽ പഞ്ഞിയും. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ, അല്ല, അത് നാവിന് ഓപ്പറേഷൻ ചെയ്യാനല്ലേ വന്നത് എന്ന് ഡോക്ടർ തിരിച്ചു ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഉത്തരവാദിത്വരഹിതമായിട്ടാണ് ആ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ സംഭവിക്കാനായിട്ടുള്ള കാര്യം, അവിടെ ഈ ടങ് ടൈ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ഈ നാവിൻ്റെ അടിയിലൊരു കെട്ടില്ലേ, വള്ളിക്കെട്ട്, അത് മുറിച്ച് മാറ്റും. ആളുകൾക്ക് ഈ ചില വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാത്ത, നാവിൻ്റെ മൂവ്മെൻറ്റ്സിന് തടസ്സം സൃഷ്ടിക്കുന്നതാണത്. അപ്പോൾ ഉച്ചാരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ അധിക വിരലുള്ള ആൾക്ക് അതിൻ്റെ സാധ്യതയും കൂടുതലുണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരു പക്ഷേ ഈ കുട്ടിക്ക് ടങ് ടൈ ഉണ്ടാകാം. അപ്പോൾ ടങ് ടൈക്ക് സർജറി ചെയ്യാൻ വേണ്ടി വന്ന, അത് വളരെ ഒരു മൈനർ സർജറിയാണ്, അതിന് വന്ന കുട്ടി അവിടെ വേറെയുണ്ട്. പക്ഷേ അതിന് ചെയ്യാതെ ആ കുട്ടിയുടെ 5ാമത്തെ വിരൽ പോകാത്തത് ഭാഗ്യം എന്ന് കാണുകയാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ കുട്ടി ടങ് ടൈ ഉള്ളൊരു കുട്ടി ആയിരിക്കാം, അത് ഒരു പക്ഷേ ഡോക്ടർ ശ്രദ്ധിച്ചിരിക്കാം. അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ആശ്വസിക്കാം. പക്ഷേ ഇതിൽ കാണുന്നത് വെച്ചാൽ ഇതൊരു ഒരു സിസ്റ്റം ഫെയിലിയറാണ് അവിടെ. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. MBBS മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്. വൺ ഓഫ് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പൊതുവേ പറയാറുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ, പുറത്തിറങ്ങുന്നൊരു ഡോക്ടർ, അയാൾക്ക് എവിടെയും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പൊതുവേ പറയും. കാരണം വെച്ചാൽ അത്രയധികം രോഗികൾ വന്ന് അടിയുന്ന ഒരു സ്ഥലമാണ്.
ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളൊക്കെ കുറവും രോഗികൾ കൂടുതലും ആയതുകൊണ്ട് അത്തരം പ്രയാസകരമായ സാഹചര്യത്തിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്തും കണ്ടും പരിചയിച്ചിറങ്ങുന്ന കുട്ടികളായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ടാകുക എന്നാണ് പറയാം. അപ്പോൾ ആ നിലക്ക് റെപ്യൂട്ടഡ് ആയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സ്വഭാവത്തിലുള്ള വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹർഷനയുടെ കാര്യം നമുക്കറിയാം. ഇതൊക്കെ വിചിത്രമായ സംഭവമാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ICUവിൽ വെച്ച് ഒരു രോഗി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത്. എന്നിട്ട് ആ രോഗിയോട് നിങ്ങൾ ഇത് പ്രശ്നമാക്കരുത്, പരാതി പറയുന്നതുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും അവിടെയുള്ള ഭരണപക്ഷ യൂണിയൻ്റെ ആളുകൾ സംഘടിതമായി വരുന്നു. ഈ സ്ത്രീ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടുത്തെ സർവ്വ സംവിധാനങ്ങളും ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ഓഫീസർമാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, സർവ്വ സംവിധാനങ്ങളും ഈ ഇരക്കെതിരെ അവിടെയുള്ള അക്രമിയോടൊപ്പം നിന്ന് നോക്കണം. അയാൾ അവിടുത്തെ ഒരു സെൻട്രിയാണ്, ഒരു വാച്ച്മാനോ മറ്റോ ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അങ്ങേയറ്റം വഷളായ, അങ്ങേയറ്റം വിചിത്രമായ കാഴ്ച നമ്മൾ അവിടെ നിന്ന് കണ്ടു. നമ്മൾ ആ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിഷാദ് പറഞ്ഞ പോലെ ആരോഗ്യമന്ത്രി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഹർഷിനയുടെ കാര്യം മുന്നിൽ വെച്ച്, ഹർഷിനയുടെ കാര്യത്തിൽ നോക്കൂ, സമ്പൂർണമായ പരാജയം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആരോഗ്യമന്ത്രി സ്വയം സ്ഥാപിച്ച ഒരു സംഭവമാണ് ഹർഷനയുടെ കാര്യത്തിൽ സംഭവിച്ചത്. അതുതന്നെ ആവർത്തിക്കാനാണ് ഈ കേസിലും ആവർത്തിക്കാൻ പോവുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, രാജ്യംസ്, ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വലിയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ആകെ കുഴപ്പമാണ് എന്ന നിലയല്ല. പക്ഷേ അതിനപ്പുറത്ത് നിരന്തരമായി അവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സിസ്റ്റം കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്? നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സിസ്റ്റം എത്ര മഹത്തരമാണ് എന്ന് മലയാളികൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മലയാളികൾ ധാരാളമായി യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വികസിത രാജ്യങ്ങളെന്ന് പറയുന്ന ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ആരോഗ്യ സമ്പ്രദായം അത് എത്രമാത്രം നമുക്ക് ദുഷ്കരമാണെന്നും ആക്സസിബിൾ അല്ലാത്തതുമാണെന്ന് മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഇന്ന് രാവിലെ നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി സീറ്റെടുത്ത് കാണാൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇത് ഇങ്ങനൊരു ആരോഗ്യ മാതൃക ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. നമ്മളീ പറയുന്ന വികസിത സ്വർഗീയ രാജ്യങ്ങളിൽ നിങ്ങൾക്കൊരു അസുഖം വന്നു, ഒരു സീരിയസ് ആയ അസുഖം വന്നു, നിങ്ങൾ ആദ്യം ഒരു ഫാമിലി ഡോക്ടറെ പോയി കാണണം. ആ ഡോക്ടർ റെഫർ ചെയ്യണം, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. ആ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ അപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അതിപ്പോൾ ക്യാൻസർ ആണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും മാസങ്ങൾ, ചിലപ്പോൾ വേദന നിന്ന് കാത്തിരിക്കേണ്ടി വരും. ഒരു പല്ലെടുക്കാൻ പോലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അവിടുത്തെ വേറെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് പോവില്ല, ആ ഇൻഷുറൻസിൽ നടന്നു പോയിക്കോളും. ഇവിടെ ഇൻഷുറൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഏത് ഡോക്ടറെ എപ്പോഴും കാണാം. എനിക്കിപ്പോൾ ഇന്ന അസുഖം ഉണ്ടെന്ന് വെച്ചാൽ പേടിച്ച് നമുക്ക് പോയി ഡോക്ടറോട് പോയി ചോദിക്കാം, ഈ അസുഖമാണോ എന്ന് ചോദിച്ച് കണ്ടെത്തി മനസ്സമാനത്തോടെ ജീവിക്കാം. അപ്പോൾ ഇത് രണ്ട് രീതിയാണ്. അപ്പോൾ നമ്മുടെ ഈ മാതൃക ലോകോത്തരം തന്നെയാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു, ധാരാളം രോഗികൾ വന്ന് അടിയുന്നൊരു സ്ഥലമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരേണ്ടി വരുന്നത്? അങ്ങനെ വരേണ്ടി വരുന്നു പറഞ്ഞാൽ ഈ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ പൈസ ഉണ്ടാവില്ല. ചില സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് പോകാൻ പൈസ ഉണ്ടാവില്ല. സാധാരണക്കാരെന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇതൊരു റഫറൽ ആശുപത്രി എന്ന നിലയിലേക്ക് വിട്ട് ആളുകൾക്ക് എളുപ്പം ആക്സസിബിളാണ് മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രതിസന്ധി. അപ്പോൾ അവിടെ വരുവാണ് ആളുകൾ. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം പ്രൊഫഷണലി അല്ല അത് ആ സംവിധാനങ്ങൾ. ആരൊക്കെയോ ഒരാളെ തള്ളിക്കൊണ്ടുവന്നു, ബന്ധുക്കൾ തന്നെ സ്ട്രെച്ച് തള്ളിക്കൊണ്ടുവന്ന് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലിടുന്നു. അവർ കുറേ നേരം അവിടെ കിടക്കുന്നു, ആരൊക്കെയോ ഒന്ന് വലിച്ചുകൊണ്ട് പോകുന്നു. അതെന്നുവെച്ചാൽ ഒട്ടും പ്രൊഫഷണലല്ല. ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് അയാൾ അങ്ങനെ കൃത്യമായ ടാഗിങ് ഉണ്ടോ? ഇപ്പോൾ രോഗിയെ സംബന്ധിച്ച് രോഗിക്ക് പറയാൻ പറ്റില്ല എൻ്റെ വിരലല്ല മുറിക്കേണ്ടത്, എൻ്റെ നാവല്ല മുറിക്കേണ്ടത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു പ്രൊഫഷണൽ സംവിധാനമൊന്നും നമ്മുടെ മെഡിക്കൽ കോളേജുകളിലില്ല. അത് അബദ്ധം പറ്റാൻ ഒരുപാട് സാധ്യത ഇത്തരം ഈ രോഗികളുടെ പെരുക്കം മൂലം തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത്. മെഡിക്കൽ കോളേജുകളെ ഒരു റഫറൽ ആശുപത്രി എന്നൊരു തസ്തികയിൽ നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത്? അത് ചെയ്യണമെങ്കിൽ താഴേക്കിടയിലുള്ള ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, താലൂക്ക് ആശുപത്രികൾ ഇവയെ സ്ട്രെങ്തൻ ചെയ്യണം. നമ്മുടെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞൊരു 10 വർഷം ഉണ്ടായിട്ടുള്ളൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലോവർ ലെവൽ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കുറേയൊക്കെ ഡോക്ടർമാരെ നിയമിക്കാനെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുകളിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ
അതുപോലെ ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, ഇവിടെ ഈ ശസ്ത്രക്രിയാ സംവിധാനങ്ങളൊന്നുമില്ല. ഇതിന് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു വിരൽ റിമൂവ് ചെയ്യാനാണ്, അതിന് മെഡിക്കൽ കോളേജ് തന്നെ പോകേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ. അതൊരു താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാൻ കഴിയുന്ന ആണെങ്കിൽ അവിടെ ചെയ്യാനുള്ള ഡോക്ടർമാരുണ്ടാവണം. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ താഴെക്കടയിലുള്ള ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവമാണ്. ഒരു കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് അതിൽ പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു, പ്രത്യേകിച്ച് ഈ താഴെക്കടയിലുള്ള ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കാൻ വേണ്ടി. അതിനുശേഷം അതിൽ കുറേ പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു സമ്മർദ്ദം, പ്രഷർ മെഡിക്കൽ കോളേജുകളുടെ മുകളിലുണ്ട്. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ കോളേജുകളിൽ റഫറൽ ആശുപത്രി സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് നിയമപരമായ ഒരു കുറ്റകൃത്യമാക്കി മാറ്റണം. അത് പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരാളുടെ ജീവൻ പോകുന്ന കേസാണല്ലോ. അപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസ് പറഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റാം. ഒരാൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ജോലി ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. ഒരു അബദ്ധം പറ്റുന്നതും കൃത്യവിലോപം ഉണ്ടാകുന്നു. ഏത് ചികിത്സയ്ക്കും ഏത് ഓപ്പറേഷനും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, SOP ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ, ഒരു അസുഖത്തിന് ഇന്ന കാര്യങ്ങളാണ് ഡോക്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു SOP ഉണ്ടാവും. ആ SOP അനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഒരു കൺസ്യൂമർ എന്ന നിലയിൽ, രോഗി ഒരു കൺസ്യൂമർ എന്ന നിലയിലേക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തണം. അപ്പോൾ ഈ ആശുപത്രികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നുണ്ട്. ഡോക്ടർമാരെ രോഗികൾ കൈയേറ്റം ചെയ്യുന്നു, ബന്ധുക്കൾ കൈയേറ്റം ചെയ്യുന്നു, അതിനെതിരെ നിയമമൊക്കെ ഉണ്ടാക്കിയതാണ്. എന്തുകൊണ്ട് ഈ ഡോക്ടർമാർ വഴി രോഗികൾക്കുണ്ടാവുന്ന അപകടങ്ങളെ, ജീവഹാനികൾക്ക് എന്തുകൊണ്ട് അവരെ ഉത്തരവാദിയാക്കുന്ന നിയമനിർമ്മാണം ഉണ്ടാവുന്നില്ല? അപ്പോൾ ഈ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്തുകൊണ്ടുള്ളൊരു സമീപനം ഇക്കാര്യത്തിൽ വേണം. എന്നാൽ മാത്രമേ ഇത് മറികടക്കാൻ കഴിയാലും ഇതുപോലത്തെ അബദ്ധം സംഭവിക്കാം, മനുഷ്യരല്ല. ഇപ്പോൾ ഇത്തരം പിഴവുകൾ പരിഹരിക്കാൻ കുറച്ചുകൂടി പ്രൊഫഷണൽ സംവിധാനം ഉണ്ടാവുക, കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് സർക്കാർ. വൈഫിൻ്റെ കാല് ചെറുപ്പത്തിലേ വലത്തേക്കാല് പൊട്ടിയിട്ട് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇടത്തേക്കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തരമായി കേൾക്കുകയാണ് ഇത്തരം പിഴവുകളെക്കുറിച്ച്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു പ്രൊഫഷണലായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ.